മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്. അത് എന്താണ്, അതിൽ എവിടെയാണ് പിഴവ് പറ്റിയത്, എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ അർജന്റീനയും മെസ്സിയും കേരളത്തിൽ സന്ദർശനം നടത്തും എന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ വരും, കേരളത്തിൽ വന്നൊരു സൗഹൃദ ഫുട്ബോൾ മത്സരം കാഴ്ചവെക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ്റെ അവകാശവാദം, അല്ലെങ്കിൽ അതായിരുന്നു അദ്ദേഹം നൽകിയ വാഗ്ദാനം എന്ന് പറയാം. അങ്ങനെ അബ്ദുൾ റഹ്മാൻ്റെ വാഗ്ദാനം വരുന്നു. പിന്നീട് റിപ്പോർട്ടർ ടിവിയുടെ കമ്പനി, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള സ്പോൺസർഷിപ്പ് അവരേറ്റെടുക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിറങ്ങുന്നു. ഇന്ന കമ്പനി മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടു കൂടി എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയാകുന്നു. റിപ്പോർട്ടർ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നു. റിപ്പോർട്ടർ അത് മെസ്സിയുടെ സന്ദർശനം മുഴുവൻ 24 മണിക്കൂറും ലൈവ് അടിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് ഫുട്ബോളിന് വലിയ പ്രാധാന്യം നൽകുന്നത് മലപ്പുറം മേഖലയിലുള്ള യുവാക്കളാണ്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള കായിക മന്ത്രി ആ പ്രഖ്യാപനം നടത്തിയ സമയത്ത് മലപ്പുറംകാർ പറഞ്ഞു, നമുക്കിവിടെ ഒരു സ്റ്റേഡിയം പണിത് ഇവിടെ ഫുട്ബോൾ മത്സരം നടത്താം, അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ യുവാക്കൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതൊന്നും വേണ്ട, കലൂർ GCDയുടെ കൈവശമുള്ള ആ സ്റ്റേഡിയം നവീകരിച്ച് രാജ്യാന്തര നിലവാരത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് മെസ്സിയുടെ വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതായിരുന്നു വസ്തുത. അപ്പോൾ GCDയെ ഒരു ബഡ്ജറ്റ് ഇട്ടു. കോടിക്കണക്കിന് രൂപ ഈ GCDയുടെ കൊച്ചി കലൂരുള്ള രാജ്യാന്തര സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി പ്ലാൻ തയ്യാറാക്കുന്നു. അതിൻ്റെ റൂഫെല്ലാം മാറണം, സീറ്റുകളെല്ലാം മാറണം, കുറേ മൂത്രപ്പുരകൾ പുതുതായിട്ട് വെക്കണം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ആ സ്റ്റേഡിയത്തിനുള്ള പ്രശ്നങ്ങൾ, ഗാലറിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള വ്യക്തമായൊരു പ്ലാനും അതൊക്കെ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നു. ഓക്കെ, എല്ലാം നടക്കും, മെസ്സി വരും. പിന്നീട് ഇടയ്ക്ക് മെസ്സി വരില്ല എന്നൊരു വാർത്ത വന്ന സമയത്ത് റിപ്പോർട്ടർ TV ഔദ്യോഗികമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, എന്തായാലും മെസ്സിയെ ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കഴിഞ്ഞ ജൂൺ 6-ാം തീയതി നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ, സ്പോർട്സിൻ്റെ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു മെസ്സി വരും എന്ന് പറഞ്ഞു. ഇന്നലെ മന്ത്രി ഔദ്യോഗികമായിട്ട് പറഞ്ഞു മെസ്സി വരില്ല എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 കോടി രൂപയാണ് അർജന്റീന ടീമിനെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള എക്സ്പെൻസ്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള തുക, അതായത് അർജന്റീനൻ ടീമിന് കൊടുക്കാനുള്ള തുക റിപ്പോർട്ടർ TV കൊടുത്തില്ല, അവരെ പറ്റിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീനയെ പോലുള്ള ഒരു ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ ഒരു രാജ്യം, അവിടുത്തെ അസോസിയേഷൻ ഒരു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അടുത്ത വർഷത്തെ അവരുടെ ചാർട്ട് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ ഘട്ടത്തിലാണ് കേരളത്തിൽ ഇവരുടെ സന്ദർശനം ഒക്ടോബർ 25 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിശ്ചയിച്ചിരുന്നത്. അർജന്റീനയ്ക്കും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വരാനും ഇവിടെയുള്ള കായിക പ്രേമികളെ കാണാനും വലിയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ പ്രധാന കാരണം അർജന്റീന ലോകകപ്പ് നേടിയ സമയത്ത് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയത് ഒരു ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിലെ ചുരുക്കം ചില കായിക പ്രേമികളാണെങ്കിൽ പോലും വലിയ പ്രാധാന്യം അർജന്റീനൻ ഫുട്ബോൾ ടീമിന് കേരളത്തിൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം നന്ദി പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഇന്ത്യ എന്നതിനപ്പുറത്തേക്ക് കേരള എന്നുകൂടി അർജന്റീന അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ അവർക്കും കേരളത്തിൽ വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ക്ഷണം അവർ സ്വീകരിക്കുകയും ചെയ്തു, അവർ വരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവർക്ക് സമയത്ത് കൊടുക്കേണ്ടിയിരുന്ന പൈസ റിപ്പോർട്ടർ TV കൊടുക്കാത്തതിനെ തുടർന്ന് അവർ കേരളത്തിലേക്കുള്ള വരവ് ഒഴിവാക്കി പകരം ആ ഒക്ടോബർ മാസം ചൈന, ഖത്തർ, അങ്കോള ഈ 3 രാജ്യങ്ങളിലേക്ക് അവരവരുടെ പ്രോഗ്രാം ചാർട്ട് ചെയ്തു. അതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജന്റീനൻ ടീം ഇവിടുത്തെ സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ TVയുടെ അവർക്ക് വക്കീൽ നോട്ടീസ് വരെ അയക്കേണ്ട ആവശ്യകതയിലേക്ക് എത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അവർക്ക് നൽകാനുള്ള തുക നൽകാത്തതിനാൽ വക്കീൽ നോട്ടീസ് വരെ അയച്ചു, അതിനും കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ല. അതുകൊണ്ടാണ് അവർ ആ പരിപാടി മാറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയിൽ റിപ്പോർട്ടർ TV എത്രയോ തുക അഡ്വാൻസ് ആയിട്ട് അവർക്ക് അയച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴും. പക്ഷേ അതിനു മുന്നേ തന്നെ അവർ ഈ പരിപാടിയെല്ലാം വേറെ ചാർട്ട് ചെയ്തിരുന്നു. കേരളത്തിലേക്കുള്ള വരവ് റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇനി മെസ്സിയെ കാണാൻ നമുക്കുള്ള മറ്റൊരവസരമുണ്ട്. മെസ്സി എന്തായാലും ഇന്ത്യയിലേക്ക് വരും, കേരളത്തിലല്ല, ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്നത് മെസ്സി ഡിസംബർ 12-ാം തീയതി കൊൽക്കത്തയിലാണ് വരുന്നത്. ഡിസംബർ 12-ാം തീയതി രാത്രി 10:30 മണിക്ക് കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്യും. ഡിസംബർ 13-ാം തീയതി 75 അടി ഉയരമുള്ള മെസ്സിയുടെ പ്രതിമ
മെസ്സി അവിടെ അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം ഒരു പക്ഷേ സൗരവ് ഗാംഗുലി, ലിയാൻഡർ പേസ്, സുനിൽ ഛേത്രി, വൈച്ചുങ് ബൂട്ടിയ തുടങ്ങിയ ഒരു ടീമിനോടൊപ്പം മെസ്സി കൊൽക്കത്തയിലെ സ്റ്റേഡിയത്തിൽ പന്ത് തട്ടും എന്നുള്ള ഒരു വിവരം, അതായത് ഒരു ചെറിയൊരു മത്സരം കാഴ്ചവെക്കും എന്നും പറയുന്നു. മറ്റൊരു കാര്യം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ സച്ചിൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ ക്രിക്കറ്റ് താരങ്ങളോടൊപ്പം മെസ്സി വാങ്കഡെ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിക്കും എന്നുള്ള ഒരു പ്ലാനും കൂടെ അതിൻ്റെ ഒപ്പമുണ്ട്. പിന്നെയുള്ളത് പ്രധാനമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ആരാധകരുമായിട്ട് മെസ്സി അല്പസമയം ആശയ സംവാദം നടത്തും എന്നുള്ളതാണ് മെസ്സിയുടെ ഈ വരുന്ന ഡിസംബറിലെ ഇന്ത്യയിലേക്കുള്ള പരിപാടിയുടെ ചാർട്ട്. അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിലെ ഈ കായിക പ്രേമികൾ, മെസ്സി ആരാധകർ ദുഃഖിക്കേണ്ട. അവർക്ക് അടുത്ത് കാണാനുള്ള മറ്റൊരു സൗകര്യമായിട്ട് ഈ അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലെ ആ പ്രോഗ്രാം കണക്കാക്കാം. അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വിൽപ്പന തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് അന്വേഷിച്ച് ഇവിടെ കേരളത്തിൽ വന്നാൽ കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നേരെ അഹമ്മദാബാദിലേക്ക് വെച്ച് പിടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കായിക വകുപ്പ് മന്ത്രി കേരളത്തിലേക്ക് മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പല ഘട്ടങ്ങളിൽ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ചതും ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ പേജുകളിലൂടെ പുറത്തുവിട്ടതുമായ ഒരു വാർത്തയാണ്. ഈ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നത് വെറും ഒരു സ്പോൺസറിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മന്ത്രി അത്തരത്തിൽ പറയേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി. ഒന്നുകിൽ ഇത്രയും വലിയ തുക മുടക്കിയിട്ടാണ് അവരെ കൊണ്ടുവരുന്നതെങ്കിൽ അവർക്കുള്ള തുക ഈ പറഞ്ഞ സ്പോൺസർമാരെ കൊണ്ട് ആദ്യം അടപ്പിക്കണമായിരുന്നു. അവരത് അടപ്പിച്ച് ഉറപ്പായതിന് ശേഷം മാത്രം മെസ്സി വരും എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ. ഇതിപ്പോൾ കുട്ടികൾക്കുൾപ്പെടെ മെസ്സി വരും, മെസ്സി നിങ്ങളുടെ സ്കൂളിൽ വന്ന് ഒരു 20 മിനിറ്റ് നേരം നിങ്ങളോടൊപ്പം ചെലവഴിക്കും എന്നൊക്കെ മന്ത്രി പറയുമ്പോൾ എനിക്കൊരു സംശയം, അർജൻറ്റീന ടീമിനും ലയണൽ മെസ്സിയും ഒക്കെ ഒരു വളരെ ചെറിയ ഒരു സംവിധാനം അല്ലെങ്കിൽ ചെറിയ ഒരാളായിട്ട് മാത്രമാണോ നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ടത് എന്ന് നമ്മൾ നോക്കണം. നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അവർ ചെറുതായിരിക്കാം, പക്ഷേ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒന്നാണ് ലയണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ ഓരോ സെക്കൻഡിനും വിലയുള്ളതാണ്. അർജൻറ്റീന ടീമിന് ഓരോ സെക്കൻഡിനും വിലയുള്ളതാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, നമ്മുടെ ഈ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ത്യയിലേക്ക് ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. റൊണാൾഡീഞ്ഞോ വന്നിട്ടുണ്ട്, മറഡോണ വന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഈ പെലെ വന്നിട്ട് അവരൊക്കെ പക്ഷേ ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, അവരെല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിലാണ് അവരൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ലയണൽ മെസ്സി വേൾഡ് ഫുട്ബോളിൽ കത്തി നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ക്ലബ് ഫുട്ബോളിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓരോ സമയത്തിനും വലിയ വിലയുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കേരളത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവരെ അസോസിയേഷനുമായിട്ട്, അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. അവരുമായിട്ട് കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് പറഞ്ഞ സമയത്ത് തുക നൽകാത്തതിനെ തുടർന്നാണ് അവർ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ അയക്കേണ്ടി വന്നത്. അതിൻ്റെ ഉത്തരവാദി ഇവിടെയുള്ള സ്പോൺസർമാരാണ്. പക്ഷേ സ്പോൺസർമാരെ കൊണ്ട് കൃത്യമായ സമയത്ത് തുക അടപ്പിക്കാനും അവരെ കൊണ്ട് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനായിരുന്നു. സംസ്ഥാന സർക്കാർ അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷകൾ ഒരുപാട് കൊടുത്തതിന് ശേഷം മെസ്സി വരില്ല എന്നൊരു കാര്യം ഇവിടെ കേരളത്തിൽ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.